ഹലോ ഗൈസ്, നമ്മളിന്ന് നമ്മുടെ ചെറുക്കൻ മെസ്സിയും അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യൻ റൊണാൾഡോയും കൂടി ഒരുമിച്ചിട്ട് കളിപ്പിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഹാഫ് നമ്മുടെ 11 ഇതാണ്. ഇത് നമ്മുടെ ചെറുക്കനുണ്ട്, ആരാന്നറിയാമല്ലോ നിങ്ങൾക്ക്, മത്തിയോ ഡൊമീൻ എന്ന് പറയും. ഡാർമിയാണ്, മത്തിയോ ഡാർമിയാണ്. വേറെ ആരുമല്ല, നമ്മുടെ ചെറുക്കനില്ലേ പേര് പറഞ്ഞു ഗൈസ്. വേറെ ആരുമല്ല, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കോസ്റ്റക്കുട്ടയുടെ അതേ കണക്ക് തന്നെ ഉള്ളതാണ്. നമുക്കറിയാം കോസ്റ്റക്കുട്ടയെന്ന് വെച്ചാൽ രണ്ട് സൈഡിലും രണ്ട് സൈഡിലും കളിക്കും. ആൾ അതേ കണക്കാണ്. ഡിഫൻസ് ഫുൾ ബാക്ക്, സെൻറ്റർ ബാക്ക്, റൈറ്റ് ബാക്ക്, ലെഫ്റ്റ് ബാക്ക് എല്ലാം കളിക്കുന്ന ഒരു സൈസ് പ്ലെയറാണ്. ഇത് കുറവാണ്, പക്ഷെ കുഴപ്പമില്ല. ഈ കളി ആൾ അഡ്ജസ്റ്റ് ചെയ്തോളും. അത് ടീമിൻ്റെ സ്കോഡൊന്നും കാണിച്ചതാണ്. അത്ര ഒത്തിരി സ്കോഡൊന്നും അല്ല, ജയിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമ്മളെ റൊണാൾഡോയുടെയും മെസ്സിയുടെയും കയ്യിലാണ്. നമുക്ക് നോക്കാം ഗൈസ്, നമുക്ക് നോക്കാം. അവിടെ കിടന്ന് ബഹളം വെക്കുന്നതിൻ്റെ വാപ്പുമ്മയാണ്. ഡോണ്ട് ബോദർ ഗൈസ്, ജസ്റ്റ് അങ്ങ് വിട്ടേക്കുക, അത്രേ ഉള്ളൂ. എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവാത്തവരെ നമ്മൾക്ക് പിന്നെയും പറയാൻ പറ്റില്ലല്ലോ. ഞാൻ കമൻട്രിയും അതുപോലെ തന്നെ മ്യൂസിക്കൊക്കെ ഓഫാക്കി ഇട്ടേക്കുക. എൻ്റെ സൗണ്ടല്ലേ കേൾക്കത്തില്ല ഫുള്ളി. ഞാൻ ആദ്യം റെക്കോർഡ് ചെയ്ത് നോക്കിയായിരുന്നു, 2 വട്ടം റെക്കോർഡ് ചെയ്ത് പകുതി ക്യാൻസൽ ചെയ്ത് പോയതാണ്. ആ 2 വട്ടവും ഞാൻ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ പകുതി വരെയുള്ള വീഡിയോ എടുത്ത് നോക്കിയപ്പം എൻ്റെ സൗണ്ട് ഒന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ലായിരുന്നു. ബട്ട് ഐ ഡോണ്ട് കെയർ. നമ്മളെന്തായാലും ഇപ്പം ഇതാണല്ലോ അടച്ച വീഡിയോ. ഇതിപ്പോൾ കുറേ നേരമല്ലേ, ഇവരൊന്നും തുടങ്ങിക്കൂടെ? എന്തോ നോക്കിയിരിക്കാണ് ചോദിച്ചത്. അതുപോലെ തന്നെ പുതിയ ആക്ച്വലി അതിൽ ഹാളൻഡും അതുപോലെ ഡൊണറുമയും കൊള്ളാമെന്ന് പറഞ്ഞത്. ബാക്കിയാരും അത്ര ഒക്കെയൊന്നുമില്ല. ഇറക്കി നോക്കി 100 കോയിനേ ഉള്ളായിരുന്നു. ആ 100 കോയിനും പോവുകയും ചെയ്ത്. ആ കിട്ടിയ റൂബൻ ഡയസിനെ കാണാൻ വലിയ രസമൊന്നുമില്ല, അത്ര വലിയ OP കാർഡൊന്നും അല്ല. കളിപ്പിച്ച് നോക്കിയില്ല, അത് വേറെ കാര്യം. ഞാൻ പക്ഷേ ആളെ ട്രെയിൻ ചെയ്തിട്ട് ഒരു ഇച്ചിരി സ്പീഡ് കൂട്ടി. ആൾക്കൊരു 80 സ്പീഡ് കണ്ടിട്ട് ഞാൻ 82 സ്പീഡിലോട്ടാക്കി. വലിയ ഡിഫറൻസ് ഒന്നും വരത്തില്ല, പക്ഷേ എന്തായാലും മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ, അതിനുവേണ്ടി മാത്രം മാറ്റിയതാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആളെ. കഴിഞ്ഞ ആൾ ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത് നല്ല ഉഗ്രനൊരു ഗോളും റൊണാൾഡോനെയും വെച്ച് അടുപ്പിച്ചായിരുന്നു. ഇത് ചെയ്യാൻ കഷ്ടകാലത്തിന് ആ വീഡിയോ ഫുള്ള് റെക്കോർഡാണ്. ആ ഗോള് പോലും കിട്ടിയില്ല, എന്തൊക്കെ ഭയങ്കര സങ്കടമാണ്. സൂപ്പർ ഗോളായിരുന്നു, നല്ല ഔട്ട്സൈഡ് ഓഫ് ദ ബോക്സ്, സൂപ്പർ ഒരു ഗോൾ. ലോങ് വന്നിട്ടുള്ള സജീവ കമൻ സജീവ 1-0. ഞാൻ ആദ്യം നമുക്ക് സ്കിപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ ഇത്ര സിമ്പിളായിട്ട് ഫസ്റ്റ് മിനിറ്റ് അടിക്കാൻ നമ്മളൊക്കെ സ്കിപ്പ് ചെയ്യുന്നതാണ്. ഫുള്ളി സെർജീനിയോ മേക്കിട്ട് വിചാരിച്ചു ബാസ്കറ്റിൽ സെർജീനിയോസ് ഗോൾ അങ്ങനെ പറയാം. സെർജീനിയോ അതാണ് നമ്മുടെ മത്തിയോ ഡാർമിയോ. അയ്യോ മിസ്റ്റേക്ക്, ഞാൻ പൊക്കി ഇട്ട് കൊടുത്ത് പണ്ടല്ലോ ഡാർമി. കുഴപ്പമില്ല, നമ്മുടെ റൈറ്റ് കാർഡ് പിടിക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ സാധാരണ ഇത്രയും നാളും നമ്മുടെ സ്വന്തം ലോങ് ബാൾ കൗണ്ടർ തന്നെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ ഒന്ന് മാറ്റി, ഞാൻ ജസ്റ്റ് ഒന്ന് ക്രോസ് സ്റ്റാൻഡ് ഞാനും പറഞ്ഞ് എടുത്തതാണ് വീട്ടിൽ ഞാൻ. പക്ഷേ എനിക്ക് ക്രോസ് സ്റ്റാൻഡ് ഞാൻ വന്നിട്ടില്ല. ഞാൻ 2-3 കളി ഇപ്പോൾ അടുപ്പിച്ച് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് മാത്രം കളിച്ചു. 3 എനിക്ക് അങ്ങനെ അതിൻ്റെ ആവശ്യം വന്നില്ല. മെസ്സി ഞാൻ സ്കില്ലിങ് അത്ര ബെറ്റർ അല്ല. എനിക്ക് എല്ലാം ഡ്രിബിൾ ചെയ്ത് പോകാനായിട്ട് സ്കില്ലിങ് അത്ര ബെറ്റർ അല്ല. ഇപ്പോൾ ഒരു സന്ദേശം 4 മിനിറ്റ്